പ്രിയമുള്ളവർ എല്ലാവർക്കും ഒരിക്കൽ കൂടി എൻ മീഡിയയിലേക്ക് ഹാർദമായ സ്വാഗതം. ഈ 1980കളിൽ ജനിച്ചിട്ടുള്ള ആളുകൾക്കറിയാം, വൈകുന്നേരമാകുമ്പോൾ അടുത്ത വീട്ടിലെ സ്ത്രീകളൊക്കെ ഏതെങ്കിലും സ്ഥലത്ത് ഒത്തുകൂടി ഒരു വർത്തമാനത്തിൻ്റെ ഭണ്ഡാരം അഴിക്കുന്ന ഒരു ഏർപ്പാടുണ്ട്. അത് മിക്കപ്പോഴും ഇങ്ങനെയായിരിക്കും: നീ അറിഞ്ഞോടി, മറ്റവൻ്റെ ഭാര്യ ലവൻ്റെ കൂടെ അവിടെ പോയി ഇവിടെ പോയി എന്നൊക്കെ ആയിരിക്കും. ഇത്തരം കാര്യങ്ങൾ ഒളിച്ചു നിന്ന് കേൾക്കുന്നത് ഒരു സുഖമുള്ളത് കൊണ്ട് തന്നെ ഞാനിത് ആസ്വദിച്ചിട്ടുമുണ്ട്, സത്യം പറയാമല്ലോ. പക്ഷേ 1980 ഈ പരദൂഷണങ്ങളുടെ കുറ്റിയറ്റുപോയി, ഞെട്ടറ്റുപോയി എന്ന് പറയാം. കാരണം സീരിയലുകൾ വന്നു. സീരിയലുകൾ ഈ ദൗത്യം തന്നെയാണ് ഏറ്റെടുത്തിരിക്കുന്നത്. കാരണം പരദൂഷണം, അസാന്മാർഗ്യത, അഭിഹിതം ഇതൊക്കെ തന്നെയാണ് അവരും ചർച്ച ചെയ്തിരുന്നത്. അതുകൊണ്ട് തന്നെ അപ്പുറത്തെ വീട്ടിൽ പോയി പരദൂഷണം പറയേണ്ട ആവശ്യമില്ല. സ്വന്തം സ്വീകരണ മുറിയിൽ തന്നെ ഇത്തരം കാര്യങ്ങൾ കിട്ടുന്നതുകൊണ്ട് ആളുകൾ അതിൽ തൃപ്തരായിരുന്നു. മലയാളികളുടെ ആത്മാവിൽ അലിഞ്ഞ കാര്യമാണ് ഈ പരദൂഷണവും ഈ അഭിഹിതവും അസാന്മാർഗീയ വാർത്തകളും ഒക്കെ ആസ്വദിക്കുക എന്നത്. അത് ഇപ്പോൾ IAS പാസ്സായ ആളായാലും 10ാം ക്ലാസ് തോറ്റ ആളായാലും ഒരുപോലെ ആയിരിക്കും എന്നാണ് എൻ്റെ വിശ്വാസം. എന്തായാലും കാലം കടന്നതോടുകൂടി ഈ ദൗത്യം നമ്മുടെ ഈ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന യൂട്യൂബർമാർ ഏറ്റെടുത്തിട്ടുണ്ട് എന്നാണ് എൻ്റെ വിശ്വാസം. കാരണം അവരുടെ വീഡിയോസൊക്കെ എടുത്തു നോക്കിയാൽ നമുക്ക് കാണാൻ പറ്റുന്ന സബ്ജക്റ്റ് ഇങ്ങനെ തന്നെയാണ്. യൂട്യൂബറുടെ പ്രൈവറ്റ് വീഡിയോ ലീക്കായി, ഒരു യൂട്യൂബറെ ഏതെങ്കിലും ഹോട്ടലിൽ നിന്ന് പിടിച്ചു, 2 കെട്ടിയ യൂട്യൂബറുടെ 2 ഭാര്യമാർ തമ്മിൽ തല്ല്. ഇതൊക്കെയാണ് മിക്കപ്പോഴും ഈ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന യൂട്യൂബർമാരുടെയൊക്കെ കണ്ടന്റ്. ഇനി വേറെ തരത്തിലുള്ള യൂട്യൂബർമാരുണ്ട്, അവരെ ഡേ ടു ഡേ ലൈഫ് യൂട്യൂബേഴ്സ് എന്നാണ് വിളിക്കുക. തൂറുക, തിന്നുക, പല്ല് തേക്കുക, ഇതിൻ്റെയൊക്കെ വീഡിയോ എടുത്ത് അപ്ലോഡ് ചെയ്യുന്ന ആൾക്കാരാണ് ഡേ ടു ഡേ ലൈഫ് ചെയ്യുന്ന യൂട്യൂബർമാർ. നമ്മളെ കണക്ക് ഈ വാർത്താധിഷ്ഠിത യൂട്യൂബ് ചെയ്യുന്ന ആളുകളൊക്കെ വളരെ റഫ് ആയിട്ടായിരിക്കും മിക്കപ്പോഴും വീഡിയോ ഇടുക. കാരണം ഈ കാര്യങ്ങൾ പറഞ്ഞു പോകുമ്പോൾ തെറ്റരുത്. വർഷവും അതുപോലെ ആളുകളുടെ പേരും ഒന്നും പറയുമ്പോൾ തെറ്റിപ്പറ്റിപ്പോകരുത്. കാരണം എങ്കിൽ പിന്നെ കമൻറ്റുകൾ വരും, നിങ്ങൾ പറഞ്ഞത് തെറ്റാണ് എന്ന രീതിയിൽ. ഞാൻ തന്നെ കഴിഞ്ഞ ദിവസം താനൂറിലെ ഇലക്ഷനുമായി ബന്ധപ്പെട്ട ഒരു വീഡിയോ ചെയ്തപ്പോൾ അതിൽ അബ്ദുൾ റഹ്മാൻ്റെ ഭൂരിപക്ഷം 89 എന്ന് പറഞ്ഞിരുന്നു. അത് തെറ്റായിരുന്നു, 895 ആയിരുന്നു. ഞാൻ എഴുതിയതിൽ വന്നൊരു തെറ്റാണ്. അപ്പോൾ റെഫർ ചെയ്യുമ്പോഴും എഴുതുമ്പോഴും വായിക്കുമ്പോഴും ഒക്കെ തെറ്റ് വരാതെ സൂക്ഷിക്കണം. ആളുകൾ നമുക്കെതിരെ കമൻറ്റ് ചെയ്യും. പക്ഷേ ഈ ഡേ ടു ഡേ വീഡിയോ ചെയ്യുന്ന ആളുകൾക്ക് അതൊന്നും ബാധകമല്ല. അവരിങ്ങനെ വരുന്നു, തിന്നുന്നു, പല്ലിയേക്കുന്നു, എന്നിട്ട് എന്തെങ്കിലുമൊക്കെ പറയുന്നു, എന്നിട്ട് തൻ്റെ ഭാര്യയെ ഡൈവോഴ്സ് ചെയ്യുന്നു എന്നൊക്കെ പറയുന്നു. അതൊക്കെ കള്ളത്തരങ്ങളായിരിക്കും. എന്നിട്ട് നിമിഷ നേരങ്ങൾ കൊണ്ട് ലക്ഷക്കണക്കിന് വ്യൂസ് കൂടുന്നു. സ്വാഭാവികമായിട്ടും അസൂയുണ്ട്, എങ്കിലും പറയുന്നു, പൈസ കിട്ടട്ടെ, എല്ലാവരും ജീവിക്കാൻ വേണ്ടിയാണല്ലോ, കുഴപ്പമില്ല. പക്ഷേ മറ്റുള്ളവരുടെ സ്വകാര്യതയെ മാനിക്കുക, അവർക്ക് അപകീർത്തികരമാകുന്ന വാർത്തകൾ കൊടുക്കാതിരിക്കുക എന്നതാണ് മനുഷ്യത്വപരമായി ചെയ്യാവുന്ന ഒരു കാര്യം. പൈസ ഉണ്ടാക്കുവാൻ വേണ്ടി കുഴപ്പമില്ല, ചെയ്യാം. പക്ഷേ മറ്റുള്ളവരെ അപകീർത്തിപ്പെടുന്ന വാർത്തകളുമായി മുന്നോട്ട് പോകാതിരിക്കുക എന്നാണ് പറയാനുള്ളത്. ഞാനീ പറഞ്ഞു വരുന്നത്, 2-3 ദിവസങ്ങൾ മുമ്പ് കേരളത്തിലെ ഈ ഇത്തരം റിയാക്ഷൻ ചെയ്യുന്ന യൂട്യൂബേഴ്സ് ചെയ്ത ഒരു കണ്ടന്റ് ഉണ്ട്. അതായത് ബഷീർ, അദ്ദേഹം പ്രശസ്തനായ ഒരു യൂട്യൂബറാണ്. അദ്ദേഹം 2 കല്യാണം കഴിച്ചിട്ടുണ്ട്. സുഹാന അതുപോലെ മഷൂറ എന്നാണ് അവരുടെ പേരെന്ന് പറയുന്നു. ഞാൻ അദ്ദേഹത്തിൻ്റെ യൂട്യൂബ് കാണാറില്ല, പക്ഷേ ഇതാണ് പേര് എന്നാണ് എൻ്റെ വിശ്വാസം. ഇതിൽ ആദ്യം കല്യാണം കഴിച്ച സ്ത്രീയെ, ഈ സുഹാനയെ വീട്ടിലിരുത്തി 2ാമത് കല്യാണം കഴിച്ച മഷൂറയുമായി അദ്ദേഹം തായ്ലൻഡിൽ ഒരു ബിസിനസ് ടൂർ പോയി. അതുമായി ബന്ധപ്പെട്ട ഈ കൊത്തിക്കഴപ്പുകളായിരുന്നു നമ്മുടെ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന ആളുകൾക്കുണ്ടായിരുന്നത്. അവർ ചോദിക്കുന്നൊരു കാര്യമുണ്ട്: സുഹാന അവൾക്ക് തിന്നാനും ഡ്രസ്സ് ഇടാനും കൊടുത്താലും മതി, അവൾക്ക് ഭർത്താവ് വേറൊരു സ്ത്രീയുമായിട്ട് കിടപ്പറയിലോട്ട് പോകുന്നത് നോക്കിക്കൊണ്ടിരിക്കും, അങ്ങനെയുള്ള മനോഭാവമുള്ള ആളാണ് എന്നൊക്കെയുള്ള ചർച്ചകൾ ഇത്തരം വീഡിയോ ചെയ്യുന്ന ആളുകൾ പടച്ചുവിടാൻ ശ്രമിച്ചു. എന്തായാലും അതവരുടെ സ്വകാര്യതയാണ്. ഒരാൾക്ക് അവരുടെ ഭർത്താവ് വേറൊരാളെ കല്യാണം കഴിക്കുന്നത്, വേറൊരാളുടെ കിടപ്പറയിലോട്ട് പോകുന്നതൊന്നും അവർക്ക് ആദ്യം കല്യാണം കഴിച്ച ഭാര്യയ്ക്ക് ഇഷ്ടക്കുറവില്ല എങ്കിൽ നമ്മളത് ചോദ്യം ചെയ്യേണ്ട കാര്യമില്ല. പക്ഷേ സ്വാഭാവികമായിട്ടും പരമാവധി സ്ത്രീകൾ 99.99% സ്ത്രീകളും അത്തരം കാര്യങ്ങൾ ഇഷ്ടപ്പെടുകയില്ല. ഭർത്താവ് അവരുടെ സ്വകാര്യതയാണ്, അവരെ മറ്റൊരാളുമായിട്ട് ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കില്ല. പക്ഷെ ചില ആളുകൾക്ക് ആഹാരമോ വസ്ത്രമോ നല്ല പാർപ്പിടമോ കിട്ടിയാൽ അവർ ഒരുപക്ഷെ ഷെയർ ചെയ്യാൻ ശ്രമിക്കുമായിരിക്കും. അത്തരം കാര്യങ്ങൾ അവരുടെ വ്യക്തിപരമായ കാര്യമാണ്, നമുക്ക് ഇടപെടാൻ സാധ്യതയില്ല. പക്ഷേ ആ സബ്ജക്റ്റ് ഇങ്ങനെ കത്തി നിൽക്കുന്നു എന്നതാണ് ഏറ്റവും പരമപ്രധാനമായ കാര്യം. ഈ സബ്ജക്റ്റിനോടനുബന്ധിച്ച് എനിക്ക് പറയാനുള്ളത്, ഇന്ന് വീണ്ടും ഞാൻ ഈ ബഷീറുടെ വേറൊരു വീഡിയോ കാണാനിടയായി. അദ്ദേഹം പറയുന്നത്, ഈ 2 കല്യാണം കഴിക്കുന്നതിൻ്റെ ബ്രാൻഡ് അംബാസിഡർ ഞാനല്ല, അത് ഇസ്ലാമിക ലോ അനുസരിച്ച് 2 കല്യാണം കഴിക്കാം, 4 വരെ കല്യാണം കഴിക്കാമെന്നാണ് അദ്ദേഹം പറഞ്ഞു വെക്കുന്നത്. അതും ഈ മതത്തിൻ്റെ തലയിലേക്ക് ബഷീർ ചവിട്ടിയിടുകയാണ്. ഈ പണ്ട് തൊട്ടേ ഉള്ളൊരു കാര്യമാണ്. ഞാൻ പറഞ്ഞു കൊള്ളട്ടെ, ഈ നാട്ടിൽ ഇസ്ലാമികപരമായി യാതൊരു ജീവിതചര്യയും കാഴ്ചവെക്കാത്ത ആളുകൾ, കള്ള് കുടിക്കുകയും കഞ്ചാവ് അടിക്കുകയും ചെയ്യുന്ന ആളുകൾ പോലും ഈ പ്രവാചകൻ
കല്യാണം കഴിച്ചിട്ടുണ്ട് എന്നതിൻ്റെ പേരിൽ 4, 5 കെട്ടുന്ന ഒരു സമ്പ്രദായമുണ്ട്. അതിൽ മാത്രം അവർ സുന്നത്ത് കണ്ടുപിടിക്കും. ബാക്കി ഒരു കാര്യത്തിലും സുന്നത്ത് പിൻപറ്റില്ല. ബാക്കി കള്ള് കുടിക്കും, പലിശയ്ക്ക് കൊടുക്കും, എല്ലാ അസാന്മാർഗ്ഗ മാർഗ്ഗങ്ങളും കാഴ്ചവെക്കും. പലിശയ്ക്ക് കൊടുക്കും, കള്ള് കുടിക്കും, എല്ലാം ചെയ്യും. പക്ഷേ പ്രവാചകൻ കല്യാണം കഴിച്ചു, അതിൻ്റെ പേരിൽ ഞാനും 4 കല്യാണം കഴിക്കും എന്ന് പറയുന്ന ആളുകളുണ്ട്. അതുപോലെ ബഷീർ ബഷിയും ഈ പ്രവാചകൻ്റെ തലയിൽ കൊണ്ടുവയ്ക്കുകയാണ് താൻ കല്യാണം കഴിച്ചതിൻ്റെ ഉത്തരവാദിത്തം. പ്രവാചകൻ കല്യാണം കഴിച്ച സാഹചര്യവും ബഷീർ ബഷി കല്യാണം കഴിച്ച സാഹചര്യവും തമ്മിൽ വ്യത്യസ്തമുണ്ട്. പ്രവാചകൻ യുദ്ധത്തിൽ ഭർത്താക്കന്മാർ നഷ്ടപ്പെട്ട അല്ലെങ്കിൽ സമൂഹത്തിൽ നിരാലംബരായിരുന്ന ആളുകളെയാണ് കല്യാണം കഴിച്ചത്. അതിൽ തന്നെ പ്രവാചകൻ്റെ നിർദ്ദേശമുണ്ട്, ഒന്ന് കല്യാണം കഴിക്കലാണ് ഉത്തമം. അത്രത്തോളം പ്രശ്നങ്ങളുണ്ടെങ്കിൽ ഒക്കെയാണ് ഇത്തരം കല്യാണങ്ങൾ അധികം അനുവദിക്കുന്ന ഒരു സമ്പ്രദായം ഇസ്ലാമിലുള്ളത്. പക്ഷേ ബഷീർ ബഷി അതിൻ്റെ ഒരു ഉത്തരവാദിത്വവും അതിൻ്റെ ബ്രാൻഡ് അംബാസിഡർ താനല്ല പ്രവാചകനാണ് എന്ന് പറഞ്ഞു കൊണ്ടുവയ്ക്കുന്നു. ഒപ്പം ഇസ്ലാമിക നിയമം അനുസരിച്ച് 4 കെട്ടാമെന്നൊക്കെ പറഞ്ഞു വെക്കുന്ന ഒരു സമ്പ്രദായമുണ്ട്. ഞാനും ഒരു മുസ്ലിമാണ്. ആ സാഹചര്യങ്ങൾ യുദ്ധം നിലവിലുണ്ടായിരുന്ന സമയത്തുണ്ടാകുന്ന സാഹചര്യങ്ങളാണ് ഈ കല്യാണം കഴിക്കുന്നത് 4ഉം 3ഉം ഒക്കെ ഉള്ളത്. ഇപ്പോൾ അങ്ങനെ ഒരു സമ്പ്രദായമില്ല. എല്ലാവരും അവരുടെ ഏക ഇണയിൽ സംതൃപ്തരാണ്. ബഷീർ ബഷി തങ്ങൾക്ക് വ്യക്തിപരമായി ആഗ്രഹമുണ്ടെങ്കിൽ 1ഓ 2ഓ ഒക്കെ കല്യാണം കഴിക്കുന്നതിൽ കുഴപ്പമില്ല. അത് തങ്ങളുടെ വ്യക്തിപരമായ ഇഷ്ടമാണ്. പക്ഷേ അതിൻ്റെ ഒരു ഉത്തരവാദിത്തം സമുദായത്തിൻ്റെയും പ്രവാചകൻ്റെയും ഒന്നും തലയിൽ കൊണ്ടുവയ്ക്കരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. തൽക്കാലം ഈ വീഡിയോയുമായി വിടവാങ്ങിയാണ്. മറ്റൊരു വീഡിയോയുമായി കാണുന്നവരെ നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്.